അപ്പോൾ അദ്ദിക്റിനെ ഇത്തിബാ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിശുദ്ധ ഖുർആനെ കേവലം ഓതുക എന്നുള്ള അർത്ഥത്തിലല്ല അത്. പിന്നെയോ വിശുദ്ധ ഖുർആനെ ഓതണം, വിശുദ്ധ ഖുർആനെ പഠിക്കണം, വിശുദ്ധ ഖുർആനെ ഗ്രഹിക്കണം, അതിനെ പിൻപറ്റണം. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളവരെ മാത്രമാണ് എന്തിന് ഇന്നമാ തുൻസിറു, താങ്കൾ മുന്നറിയിപ്പ് നൽകുക എന്നുള്ളതാണ്. അവരെ മാത്രം എന്നുള്ളൊരർത്ഥം കിട്ടാനാണ് ഇന്നമാ തുൻസിറു മനിത്തബഅ ദിക്ർ. മാത്രമല്ല വഖശിയർ റഹ്മാന ബിൽ ഗൈബ്. വഖശിയർ റഹ്മാൻ, എന്താ ഖശിയർ റഹ്മാൻ? അർറഹ്മാനായ അള്ളാഹുവിനെ ഖശിയ എന്ന് പറഞ്ഞാൽ ഖാഫ, പേടിക്കുക, ഭയക്കണം. വഖശിയർ റഹ്മാന, അർറഹ്മാനായവനെ ഭയക്കുകയും വേണം. എങ്ങനെ? ബിൽ ഗൈബ്. ബിൽ ഗൈബ് എന്ന് പറഞ്ഞാൽ ഗൈബായ നിലക്ക് എന്ന് പറഞ്ഞാൽ മറഞ്ഞ, കാണാതെ നോക്കാതെ കൽബ് കൊണ്ടുള്ള കാഴ്ചയിൽ, അകക്കണ്ണിൻ്റെ കാഴ്ചയിൽ ഭയക്കണം. അതാണ് വഖശിയർ റഹ്മാന ബിൽ ഗൈബ്. അപ്പോൾ റഹ്മാനായ അള്ളാഹുവിനെ ഗൈബിൽ ഭയന്നും വിശുദ്ധ ഖുർആനെ ഇത്തിബാ ചെയ്തും ജീവിക്കുന്നവൻ, അവരെയാണ് ഇന്നമാ തുൻസിറു, താങ്കൾ മുന്നറിയിപ്പ് നൽകുക എന്ന് പറഞ്ഞെങ്കിൽ താങ്കളുടെ മുന്നറിയിപ്പ് ഉപകാരപ്പെടുകയാണ്. വിശുദ്ധ ഖുർആനെ ഇത്തിബാ ചെയ്യണം, റഹ്മാനായ അള്ളാഹുവിനെ ഗൈബിൽ ഭയക്കുകയും ചെയ്യണം, അവർ മാത്രമാണ് എന്നുള്ളതാണ്. അവർക്കേ താങ്കളുടെ മുന്നറിയിപ്പ് ഉപകാരപ്പെടുകയുള്ളൂ. എന്നാൽ ഈ പറയപ്പെട്ട ആളുകളുണ്ടല്ലോ, ഈ ലഖദ ഹഖൽ ഖൗലു അലാ അക്സരിഹിം, ഈ അക്സറിനെ സംബന്ധിച്ചിടത്തോളം അവർ ദിക്റിനെ ഇത്തിബാ ചെയ്തിട്ടില്ല, റഹ്മാനായ അള്ളാഹുവിനെ ഗൈബിൽ ഭയന്നിട്ടുമില്ല. അതുകൊണ്ട് തന്നെ അവരെ താങ്കൾ മുന്നറിയിപ്പ് നൽകിയാലും ഇല്ലെങ്കിലും അവർക്കൊന്നും ഫലപ്പെടില്ല, ലാ യുമിനൂൻ, അവർ വിശ്വസിക്കുകയില്ല എന്നുള്ളതാണ്. ഇവിടെ രണ്ട് ഗുണം പറഞ്ഞ്, ഒന്ന് ഇത്തബഅ ദിക്ർ, രണ്ട് ഖശിയർ റഹ്മാന ബിൽ ഗൈബ്. രണ്ട് ചരിത്രം ഇവിടെ അനുസ്മരിച്ചിട്ടുണ്ടെങ്കിൽ ഇത് മനസ്സിലാക്കാൻ പറ്റും. ഒന്ന് വിശുദ്ധ ഖുർആനെ ഇത്തിബാ ചെയ്യണമെന്നാണ്. അത് മാത്രം പോരാ, പിന്നെ എന്തും കൂടി വേണം, ഗൈബായ നിലക്ക് അള്ളാഹുവിനെ ഭയക്കും വേണം. ഇപ്പോൾ അബ്ദുല്ലാ ഇബ്നു ഉബയ്യ് ഇബ്നു സുലൂൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ത് ചെയ്തു? അയാളുള്ള സദസ്സിൽ ചെന്നിട്ട് ഖുർആൻ ഓതി മദീനയിൽ. അപ്പോൾ അയാൾ ഭയങ്കര അസ്വാരസ്യത പ്രകടിപ്പിച്ച് എന്നിട്ട് പറഞ്ഞു, മുഹമ്മദ്, നിങ്ങളടുത്ത് വീട്ടിൽ വരുന്നവർക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ സദസ്സിൽ ഒഴിഞ്ഞിരിക്കുന്നിടത്ത് പോയി ആരെങ്കിലും വരികയാണെങ്കിൽ അവിടെ ഓതിയാൽ മതി, ഞങ്ങൾക്ക് വന്നിട്ട് ഓതി, ഞങ്ങളുള്ള സദസ്സിലേക്ക് ഇങ്ങോട്ട് വന്ന് ഓതണ്ട എന്ന് പറഞ്ഞു. ഞങ്ങളുടെ സദസ്സിലേക്ക് ഇങ്ങോട്ട് വന്ന് ഓതണ്ട, അവിടെ നിങ്ങളുടെ അടുക്കലേക്ക് ആരെങ്കിലും ഒഴിഞ്ഞു വരികയാണെങ്കിൽ അവർക്ക് ഓതി കൊടുത്താൽ മതി എന്ന് പറഞ്ഞിട്ട് അബ്ദുല്ലാ ഇബ്നു ഉബയ്യ് അവിടെ വിശ്വാസികളുടെ നേതാവ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പ്രതികരിച്ചു. അപ്പോൾ അയാളെക്കുറിച്ച് ഇത്തബഅ ദിക്ർ എന്ന് പറയാൻ പറ്റുമോ? ഇല്ല, ഇത്തബഅ ദിക്ർ എന്ന് പറഞ്ഞില്ല. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നറിയിപ്പ് ഒരിക്കലും അബ്ദുല്ലാ ഇബ്നു ഉബയ്യിന് പിന്നെ സുലൂലിന് ലഭിച്ചില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിൽ വന്നിട്ട് 9 വർഷക്കാലം, തബൂക്ക് യുദ്ധനാളിന് ശേഷം വരെ 10 വർഷം ഈ അബ്ദുല്ലാ ഇബ്നു ഉബയ്യ് ഇബ്നു സുലൂൽ ഉണ്ടായിരുന്നു മദീനയിൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം ഉണ്ട്, മസ്ജിദ് നബവിയിലുണ്ട്, കൂടെ നിസ്കരിക്കാനുണ്ട്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നറിയിപ്പ് അയാൾക്ക് ഉപകാരപ്പെട്ടില്ല. കാരണം എന്താ? അയാൾക്ക് വിശുദ്ധ ഖുർആനോട് ഒരു അവഗണനയായിരുന്നു, ഇത്തിബാ ദിക്റില്ല. ഇതേപോലെ അൽ വലീദ് ബിനുൽ മുഗീറ അൽ മഖ്സൂമി വിശുദ്ധ ഖുർആനെ ശരിക്കും വായിച്ചു, ഖുർആനെ ശരിക്കും വായിച്ചു, വിശുദ്ധ ഖുർആനെ വിലയിരുത്തി, അതിൻ്റെ ആശയമൊക്കെ മനസ്സിലാക്കി. എന്നിട്ട് വിശുദ്ധ ഖുർആനെ കുറിച്ച് അന്നാളുകളിൽ ആരും പറയാത്ത വർണ്ണനയെ പറഞ്ഞത്. വിശുദ്ധ ഖുർആന് ഹലാവത്തുണ്ട്, മാധുര്യമുണ്ട്, വിശുദ്ധ ഖുർആന് തലാവത്തുണ്ട്, ഭംഗിയുണ്ട്, വിശുദ്ധ ഖുർആൻ്റെ ആലാവ് മുസ്മിർ, ഫലവത്താണ്, അതിൻ്റെ അസ്ഫൽ മുഗ്ദിഖ് എന്ന് പറഞ്ഞാൽ എന്താ? ഫലഭൂയിഷ്ടമാണ്. വഇന്നഹു യഅലു വലാ യുഅല അലൈഹി, വിശുദ്ധ ഖുർആൻ എല്ലാത്തിനെയും മികച്ചു നിൽക്കും. വലാ യുഅല അലൈഹി, വിശുദ്ധ ഖുർആനെ മികച്ചു നിൽക്കാൻ ഒന്നുമില്ല എന്നാണ് ആര് പറഞ്ഞത്? അൽ വലീദ് ഇബ്നുൽ മുഗീറ അൽ മഖ്സൂമി പറഞ്ഞത്. പക്ഷേ ഇത്തിബാ ദിക്ർ അതുണ്ടായി, പക്ഷെ എന്തുണ്ടായിട്ടില്ല അൽ വലീദ് ഇബ്നുൽ മുഗീറക്ക്? വഖശിയർ റഹ്മാന ബിൽ ഗൈബ്, അർറഹ്മാനെ ഗൈബിൽ ഭയക്കുക എന്നുള്ള ഈമാൻ ആർക്കുണ്ടായിട്ടില്ല? ഈ വലീദിന് മുഗീറക്ക് ഉണ്ടായിട്ടില്ല. മനസ്സിലായില്ലേ? അതുകൊണ്ട് തന്നെ ഈ അൽ വലീദ് ഇബ്നുൽ മുഗീറക്കും എന്തുണ്ടായിട്ടില്ല? ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നറിയിപ്പ് ഉപകാരപ്പെട്ടില്ല. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആനിൽ നമ്മൾ ഈ വലീദ് ഇബ്നുൽ മുഗീറയെ കുറിച്ച് പറയുന്നത് സഉസ്ലിഹി സഖർ വമാ അദ്റാക മാ സഖർ ലാ തുബ്ഖി വലാ തദർ ലവാഹത്തുൻ ലിൽ ബശർ അലൈഹ 19 സഖറിൽ അയാൾ കിടന്നെരിയും എന്ന് പറയുന്നത്.
ഇന്നമ തുൻദിറു മൻ ഇത്തബഅ ദിക്റ വഖശിയ റഹ്മാന ബിൽ ഗൈബ്. അതുകൊണ്ട് തന്നെ ഗൈബിൽ റഹ്മാനായവനെ ഭയക്കാത്തത് കാരണത്താൽ ദിക്റിനെ ഇത്തിബാ ചെയ്തെങ്കിലും പിന്നെ അയാൾ ദിക്റിനെ കുറിച്ച് കളവ് പറഞ്ഞു. എന്താ പറഞ്ഞത്? ഇൻ ഹാദ ഇല്ലാ ഖൗലുൽ ബശർ, ഇന്ന ഹാദ ഇല്ലാ സിഹ്റുൻ യുഅ്സർ, ഇൻ ഹാദ ഇല്ലാ ഖൗലുൽ ബശർ എന്നൊക്കെ വ്യാജമായിട്ട് പറയാനുണ്ടായത്. തയ്യബ്. അപ്പോൾ ഇവിടെ ഈ ദിക്റിനെ, വിശുദ്ധ ഖുർആനെ നമ്മൾ പാരായണം ചെയ്ത് പഠിച്ച് പ്രയോഗവൽക്കരിച്ചിട്ടുള്ളതായ അനുധാവനം ഉണ്ടാവുക, അള്ളാഹുവിനെ ഗൈബിൽ ഭയക്കുക എന്നുള്ളത് ഉണ്ടാകുമ്പോഴാണ് ഇൻദാർ, മുന്നറിയിപ്പ് ഫലപ്പെടുക എന്നുള്ളതാണ് ഇവിടെ നമുക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു തരുന്നത്. എന്നാൽ ഇവിടെ അബൂജഹലിനെ പോലുള്ള, മഖ്സൂമികളെ പോലുള്ള അന്നത്തെ ചില ആളുകൾ, അതേ സ്വഭാവക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ ഗുണം ഉണ്ടായില്ല. അതുകൊണ്ട് തന്നെ മുന്നറിയിപ്പുകൾ അവർക്ക് ഉപകാരപ്പെടുകയും ഉണ്ടായില്ല എന്നുള്ളതാണ്.